അനാവശ്യമായ ഒരു ഇസ്രായേൽ വിരോധം ജനങ്ങളിൽ കുത്തിവെക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ് ചെയ്തു. അത് ചെയ്തത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേയൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു ആ കാര്യത്തിൽ. ഇപ്പോഴും നോക്കൂ, കേരളത്തിൽ ഏറ്റവും വലിയ ബഹളം നടക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പാലസ്തീനിൽ ഏത് അമ്മാച്ചനാണ്? പാലസ്തീൻകാർക്ക് കേരളം ഉണ്ടെന്ന് വല്ല തോന്നലുണ്ടോ? അറിയാമോ അവർക്ക്? ഹമാസിലെ ആരെങ്കിലും വിളിച്ച് ചോദിക്കുക, ചേട്ടാ കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അറിയാമോ എന്ന് ചോദിക്കുക. അറിയില്ല അവർക്ക്. ആരറിയും? അവരെത്ര ദൂരെ കിടക്കുന്നു. അവർക്ക് വേണ്ടി ഇവിടെ ഹമാസിൻ്റെ നേതാവ് പ്രസംഗിച്ചു. വാസ്തവത്തിൽ അയാൾ ഏത് ഭാഷയിൽ പ്രസംഗിച്ചു ആർക്കും അറിഞ്ഞുകൂടാ. ജമാഅത്തെ ഇസ്ലാമി ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാമാണ്. ഒരു തലമുട്ടയടിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞൊരു സ്ക്രീനിൽ കാണിച്ചു. അത് ഹമാസിൻ്റെ നേതാവാണെന്ന് പറഞ്ഞു. ഈ തട്ടിപ്പ് പ്രസ്ഥാനമൊക്കെ അവസാനിപ്പിക്കാൻ നേരമായിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ്സിന് ഇസ്രായേലുമായിട്ട് നമ്മൾ ബന്ധം വയ്ക്കുന്നതിൽ കണ്ണുകടി. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ നോക്കും, നമുക്ക് ഈ അയൺ ഡോം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അയൺ ഡോം. പിന്നെ എന്താ ഐസ് ബ്രേക്കിംഗ് മിസൈൽ, അതെന്ത് കുന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതുപോലത്തെ അത്യന്താനിക ആയുധങ്ങൾ, അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ ടെക്നോളജി, ഇത് ഇപ്പം തന്നെ ഇസ്രായേലുകൾ നിർമ്മിച്ച ഡ്രോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇസ്രായേലിൻ്റെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു, ഡ്രോൺ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഇസ്രായേലിന് അങ്ങോട്ട് ആയുധം കൊടുക്കുന്നുണ്ട്. ലോവറൻ്റാണ്, തോക്കോ ഉണ്ടയോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ. വാസ്തവത്തിൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് ഡീലിൽ ഇന്ത്യ പോസിറ്റീവിൽ നിൽക്കുകയാണ്. കാശ് ഇങ്ങോട്ടാണ് കൂടുതൽ വരുന്നത്. ബട്ട് ടെക്നോളജിയിൽ അവർ മികച്ച് നിൽക്കുന്നു. ലോവർ ടെക്നോളജിയിലുള്ള സാധനങ്ങൾ അവർ നമ്മുടെ നിന്ന് വാങ്ങുന്നു. മൊത്തം വോളിയം നോക്കിക്കഴിയുമ്പോൾ നമുക്കാണ് മെച്ചം. ഇങ്ങനെയാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അതുകൂടാതെ ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഒരു കോറിഡോർ ഇതിൻ്റെ കപ്പലുകൾക്ക് പോകാനുള്ള. ഇപ്പം അത് ആവശ്യമല്ലേ വാസ്തവത്തിൽ. അമേരിക്ക നമ്മളെ ഒറ്റപ്പെടുത്താനായിട്ട് പല രീതിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, അപമാനിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തുമായിക്കോട്ടെ. പക്ഷേ അങ്ങനെ ഒരു ഗ്യാപ്പ് വർദ്ധിച്ചു വരുന്നു. ആ സമയത്ത് ഒരു സ്ട്രാറ്റജിക്കായിട്ടൊരു അലൈ നമുക്ക് ആവശ്യമാണ്. അതിന് പറ്റിയ ആൾക്കാരാണ് ഇസ്രായേൽ. ഇസ്രായേലും യൂറോപ്പും മിഡിൽ ഈസ്റ്റും അവർ ചേരാൻ തയ്യാറാണെങ്കിൽ നമ്മളതിൽ ചേർന്നാൽ എന്താ? നമ്മളുടെ പടിഞ്ഞാറേക്കരയല്ലേ ഈ UAE, സൗദി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ കിഴക്ക് വശത്ത്, നമ്മൾ പടിഞ്ഞാറ് വശത്ത് അവർ. അതെ, അവരുടെ പാർട്ട് അവരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചുകൂടെ വടക്കോട്ട് മാറിയാൽ ഇസ്രായേൽ. അപ്പോൾ ഈ കടലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവർ സഹകരിക്കുന്നതിൽ തെറ്റെന്താ? അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ മനുഷ്യൻ പുരോഗതിക്കുന്നത്? അതോ നമ്മളുടെ എല്ലാ പുരോഗതിയും പാലസ്തീൻ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ്?